மிஸ்டர் மாரியப்பன், நீங்க பார்க்கறதுக்கு எவ்வளவு சாதுவா இருக்கீங்க. ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ധാരാവി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ബോയ്, വാരിയർ ഓഫ് ധാരാവി, തങ്സ് ഓഫ് ധാരാവി അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കറുത്ത കുട്ടിക്കുറുമ്പൻ യോദ്ധാവിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പം മച്ചന്മാരെ, നമ്മുടെ കൊമ്പൻ കുടുംബത്തിലെ മൂന്നാമത്തെ പുത്രൻ യോദ്ധാവ്. അപ്പം നമുക്ക് അവൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ മച്ചന്മാരെ, നമ്മുടെ അധോലോകം കാളിയൻ എന്ന 2 മഹാവിജയത്തിന് ശേഷം ദീപിച്ചേട്ടായി വീണ്ടും ഒരു ചേസ് എടുത്തു. അവന് യോദ്ധാവ് എന്ന എഡിഷൻ നെയിമും ഇട്ട് അവനെ നേരെ പ്രകാശിൻ്റെ മണ്ണിലേക്ക് കയറ്റി വിട്ടു. അതിനുശേഷം 1 മാസത്തോളം വർക്കെടുത്ത് നമ്മുടെ ചെക്കൻ 2019 തന്നെ ഇറങ്ങുകയാണ്. 210 വീൽ ബേസിൽ ലെയ്ലാൻഡിൻ്റെ ഒരു ചേസ്. ഒറ്റ മാസത്തെ വർക്ക് കൊണ്ട് പ്രകാശിൽ നിന്ന് ചെക്കൻ ഇറങ്ങി. ചെക്കൻ ഇറങ്ങിയ സമയത്ത് ബോഡി കോഡായിരുന്നെങ്കിലും തുടർന്ന് ചൈനീസ് ഹെഡ്ലാമ്പിലേക്ക് വണ്ടി കൺവേർട്ട് ചെയ്യുകയുണ്ടായി. അന്ന് പ്രകാശിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇറങ്ങിയത് ഒരു ക്രിമിനൽ കുട്ടി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കൊമ്പൻ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് കേസുള്ളത് ഇവൻ്റെ പേരിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ ബ്ലാക്ക് ലിസ്റ്റഡ് ബോയ് എന്ന് വിളിക്കുന്നത്. അപ്പം മച്ചാന്മാരെ, വണ്ടിയെപ്പറ്റി നിങ്ങൾക്ക് ഞാൻ അധികം പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ യോദ്ധാവ് ഫേമസ് ആണ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മുടെ യോദ്ധാവ് എന്ന എഡിഷൻ നെയിം ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വണ്ടിയിൽ എഡിഷൻ നെയിം അപ്ഡേറ്റ് ചെയ്ത് നല്ലൊരു എഡിഷൻ നെയിമിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മച്ചന്മാരെ, കൊമ്പൻ്റെ ആരാധകരായിട്ടുള്ള എല്ലാ പിള്ളേരും നമ്മുടെ യോദ്ധാവിനെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഫോണിക്സിൻ്റെ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി കേരളത്തിൽ നല്ല ട്രിപ്പുകളും കാര്യങ്ങളും എടുത്തു. ചേട്ടന്മാരെ വെട്ടിച്ച് ട്രിപ്പ് എടുക്കാൻ ചെക്കൻ തുടങ്ങി. അതിനുശേഷം നമ്മുടെ ഫോണിക്സിൻ്റെ ന്യൂ കൺസെപ്റ്റ് നമ്മുടെ യോദ്ധാവിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതെന്ന് പറയുന്നത് കേരള ഫസ്റ്റ് ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് TV. ഇത് അവതരിപ്പിക്കുന്നത് നമ്മുടെ കൊമ്പൻ്റെ യോദ്ധാവിലാണ്. അപ്പോൾ മച്ചന്മാരെ, ആ സംഭവം കൂടെ ആയി കഴിയുമ്പോൾ ഇതും വണ്ടി നല്ല പവറായി, അത്യാവശ്യം ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ട്രിപ്പും കാര്യങ്ങളും എടുത്തു. അതിനുശേഷമാണ് 2020 വീണ്ടും സൗണ്ട് വർക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നടത്തി വണ്ടി നന്നായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൊറോണ എന്ന സാധനം എൻട്രി ആകുന്നത്. അപ്പോൾ വണ്ടികളും കാര്യങ്ങളും എല്ലാം ഷെഡിൽ കയറ്റിയിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആഫ്റ്റർ കൊറോണ നമ്മൾ 2021 ഫെബ്രുവരിയിൽ വണ്ടി ബ്ലാക്ക് അടിക്കുകയാണ്. അതായത് നമ്മുടെ വൈറ്റ് ആയിരുന്ന യോദ്ധാവിനെ നേരെ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് ലക്ഷ്മി ഓട്ടോമൊബൈൽസിൻ്റെ മാരക വർക്കായിരുന്നു. അത് കഴിഞ്ഞ് ചെക്കൻ കളം നിറഞ്ഞാടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ലുക്കിൽ നിന്നും ബ്ലാക്ക് ലുക്കിലേക്ക് മാറ്റിയപ്പോൾ ശരിക്കും ഒരു കൊമ്പൻ ആനയുടെ ലുക്ക് വണ്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻസ് ഇരട്ടിയായി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. 2021 ലാസ്റ്റിലാണ് നമ്മൾ നെയിമിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് എന്ന് പറഞ്ഞാൽ പിക്സൽ നെയിം ബോർഡ്, കൂടുതൽ പിക്സൽ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് ആഡ് ചെയ്യുകയുണ്ടായത്. പിന്നെ മച്ചന്മാരെ, നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറെ പറ്റിയിട്ടാണ്. ഡ്രൈവർ എന്നല്ല, നമ്മുടെ വണ്ടിയുടെ ആശാൻ എന്ന് പറയുന്നത് RX ജിതിൻ ചേട്ടായി. അപ്പം ഈ 2 കോംബോ എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ നമ്മുടെ വണ്ടി അടുത്ത അപ്ഡേഷനായിട്ട് ഫോണിക്സിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്നത് ഒരു മാരക സാധനമായിരുന്നു. നമ്മൾ വീണ്ടും അപ്ഡേഷൻ ചെയ്ത് ഡെവിലൈ, പിന്നെ ഇൻറ്റീരിയർ ഫുള്ള് പിക്സൽ കൊണ്ട് ഒരു മയം, പിന്നെ എഡിഷൻ നെയിം, ക്യാബിന് എല്ലാം ലൈറ്റ് കൊണ്ട് പൂരം. അങ്ങനെ ഒരു വണ്ടി അവിടെ നിന്ന് ഇറങ്ങി വന്ന് ട്രിപ്പ് എടുത്തു. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായി, ചെറിയ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി. വണ്ടി MVD കാര്യങ്ങളൊക്കെ പിടിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ വണ്ടി ട്രിപ്പുകൾ കാര്യങ്ങൾ എടുക്കാതെ കുറച്ച് നാൾ കിടന്നെങ്കിലും തുടർന്ന് കർണാടക രജിസ്ട്രേഷനിലേക്ക് ദീപിച്ചേട്ടെ വണ്ടി മാറ്റുകയും കർണാടകയിൽ ചെന്ന് ട്രിപ്പ് എടുക്കാൻ ചെന്നപ്പോൾ അവിടെയും വീണ്ടും പ്രശ്നം. ഒറ്റുകാരാണല്ലോ നമ്മുടെ മെയിൻ. നമ്മുടെ കൊമ്പൻ വളരുന്നത് ഒറ്റ മനുഷ്യനും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവിടെയും ഒറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും പിടിച്ചു നിൽക്കാൻ കുറച്ച് പണി വരേണ്ടി വന്നു. പക്ഷേ നമ്മുടെ പവർ തെളിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ യോദ്ധാവ് സെയിൽ ചെയ്യുകയുണ്ടായി. അത് അപ്രതീക്ഷിതമായിട്ട് കാളിയൻ സെയിൽ ചെയ്ത അതേ ദിവസം തന്നെ ഈവനിങ് ആയപ്പോൾ യോദ്ധാവ് ക്രൗൺ ഹോൾഡേഴ്സിന് സെയിൽ ചെയ്തിട്ട് നമ്മുടെ ദീപിച്ചേട്ടായി പറയുണ്ടായി. അത് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമുണ്ടാക്കിയ കാര്യമാണ്. കാരണം നമ്മുടെ യോദ്ധാവ് എന്ന് പറയുന്നത് കൊമ്പൻ്റെ ഒരു നട്ടെല്ലാണെന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഒരു വണ്ടി പെട്ടെന്ന് സെയിൽ ചെയ്തെന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും തന്നെ നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത് ക്രൗൺ ഹോളിഡേയ്സിൻ്റെ കയ്യിലാണ്. വണ്ടി നിലവിൽ സെയിം ഗ്രാഫ്, കൊമ്പൻ യോദ്ധാവായിരുന്നപ്പോൾ ഉള്ള സെയിം ഗ്രാഫാണ് വണ്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രൗൺ എന്ന ആ ഒരു നെയിം ആണെങ്കിലും കൊമ്പനോട് സാമ്യപ്പെടുത്തി അവർ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതിനുശേഷം വണ്ടി ഇപ്പോൾ പുതിയൊരു ഡെവിലൈ പോലത്തെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ
ചെയ്ത് വണ്ടി കർണാടകയിൽ ഇപ്പോൾ ട്രിപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മച്ചാന്മാരെ, നമ്മുടെ യോദ്ധാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പം നമ്മുടെ യോദ്ധാവും ബാക്കി വണ്ടികളുടെ കൂടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. അപ്പം മച്ചാന്മാരെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.